തങ്കം തങ്കം കുൽസു കാക്കയെ കാണുവാണോ? അമ്മയോട് പറഞ്ഞിട്ട് പോകണ്ടേ? കുച്ചുവിന്റെ പഴം കുച്ചു കാക്കയ്ക്ക് ഇട്ട് കൊടുത്താണോ? ഓ, കാക്ക വന്ന് കഴിച്ചോളും. പിന്നെ കുൽസുവിനുള്ള പഴം കുൽസുവിനുള്ളതാ കേട്ടോ. ഏതാ? അമ്മ കളഞ്ഞ എന്ത് കാക്ക കഴിക്കുന്നു? ആണോ? ആ, തൊലി കളഞ്ഞതല്ലേ? ആ, അമ്മ പഴത്തിന്റെ തൊലി കളഞ്ഞത് കാക്ക കഴിച്ചല്ലേ? എന്തത്? ആറപ്പി? കാക്കയുടെ അപ്പിയാണോ? കാക്കയ്ക്ക് ഇത്രയും വലിയ അപ്പി വരില്ല. അതേതോ കായ ചവിട്ടിയതാണല്ലോ. വാ, നമുക്ക് അതേ കയറാം. വർഷ ചേച്ചി കഴിക്കുക. അതെ അതെ, നോക്കിയേ, തങ്കം കയറുന്നുണ്ടോ? ആ, കാക്ക വന്നു വിരുന്നു വിളിച്ചു. ദേ കാക്ക ഇരിക്കുന്നു. ആ, മരത്തെ കയറിയ നോക്കട്ടെ തങ്കം ഇന്ന് കയറുവോന്ന്. എന്താ കാക്കയെ പിടിക്കണ്ടേ? കാക്ക പറന്ന് കിടക്കട്ടെ. ആ, മീമി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കാക്കയ്ക്ക്. അതേ കയറിക്കേ. ആ പഴം കഴിച്ച് തീർക്ക്, എന്നിട്ട് വേണം അത് കയറാൻ. ആ, മിടുക്കി. പിടിച്ച് കയറ്. ആ, പിടിച്ച് കയറ്. പിടിച്ച് ഊഞ്ഞാലാടിക്കേ. ഊഞ്ഞാലാ കേറി, അതല്ല ഊഞ്ഞാലാട്. അങ്ങനെയാണോ? ആടിവാ, അതെ പിടിച്ച് ആടിവാ. ആടിവാ കാറ്റേ. കുൽസുമ്പി കാണിച്ചു കൊടുത്തേ, ചേച്ചയ്ക്ക് അറിഞ്ഞൂടാ. അറിയാഞ്ഞിട്ടല്ല തങ്കത്തിന്. ഊഞ്ഞാലാടിവാ. അങ്ങനല്ല, അതെ പിടിച്ച് തൂങ്ങി ആടിവാ. മോളി പിടിക്ക്. ആ മോളിത്തെ കെട്ടി പിടിക്ക്. ആ, അവിടെ. ആ, എന്നിട്ട് തൂങ്ങി കിടന്ന അതേല്. അഴുക്കല്ല, നല്ലതാ. കാക്കയ്ക്ക് ഇഷ്ടമാ. ആ, കാക്കയ്ക്ക് നല്ലതാ. ആ, കാക്കയുടെ വെള്ളത്തിൽ കുളിക്കണോ? എന്തിനാ? കുൽസുമ്പി കുളിക്കുന്ന വെള്ളത്തിലാണോ കാക്ക കുളിക്കുന്നേ? ബാത്റൂമില് ആണോ? ചൂടുവെള്ളത്തിൽ കാക്ക കുളിക്കുവോ? കുൽസുമ്പിക്ക് അമ്മ ചൂടുവെള്ളം തരാറില്ലല്ലോ. കാക്കയൊക്കെ ഉണ്ടോന്ന് നോക്കിയേ. കാക്കയെ വിളിക്ക്, വരാൻ പറ. ഞങ്ങളും വന്നിട്ടുണ്ടെന്ന് പറ. എങ്ങനെയാ കാക്കേനെ വിളിക്കുന്നേ? വിളിച്ചേ. ദേ വേറെ ഏതോ കിളി.
കേട്ടോ കേട്ടോ കേട്ടോ. ആ കിളി കീ വെക്കുവാ. ആ എന്താ അത്? എന്ത് ലീവ്സാ അത്? സിനമൺ ലീവ്സ്. കറുവപ്പട്ട. കറുവ. തങ്കത്തിനും വേണോ? ഇനി വാ എന്നാ. അവിടെ കയറാ ആദ്യം. ആ താങ്ക് യു പറ കുച്ചുമ്പിയോട്. തങ്കല്ലേ പറയണ്ടേ? ഇത് കണ്ടോ? ഇത് കണ്ടോ? ചോക്കായത് ചോക്ക്. ബാ കിങ്ങിണി ചോക്ക് വേണ്ടോ? ഇനി നമ്മൾ ഇവിടെ ഇവിടെ ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ. എങ്ങനെ കുച്ചുമ്മി തങ്കം ചാടാൻ പോകുന്നേ? അമ്മ കാണിച്ചു തരട്ടെ. ആദ്യം ഇവിടെ ഇങ്ങനെ ചാടണം. അത് ഇങ്ങനെ ചാടണം. അത് ഇങ്ങനെ ചാടണം. ഇങ്ങനെ ചാടണം. ഇവിടെ ഇവിടെ ആദ്യം ഇവിടെ. ഇനി വാ ഇവിടെ. ആദ്യം ഈ രണ്ട് സ്ഥലത്ത് കാല് വെച്ച്. ഒന്നിവിടെ ഒന്നിവിടെ ഒന്നിവിടെ. ആ ഇനി ഇതിലേക്ക് ഒരുമിച്ച് ചാടിക്ക്. അവിടേക്കല്ലോ. എന്റെ പൊന്നെ ലോഞ്ചമ്പ. ആദ്യം ഇവിടെ. ആ അപ്പുറത്തും ഇപ്പുറത്തും. ആ അത് കഴിഞ്ഞ് നടുക്ക് ഇങ്ങനെ. വേണ്ട ഇവിടെ ഇവിടെ ഇവിടെ. അത് കഴിഞ്ഞ് ഇവിടെ. അത് കഴിഞ്ഞ് ഇവിടെ. തങ്കത്തിന് മനസ്സിലായോ? വാ ആദ്യം ഇവിടെ. അത് കഴിഞ്ഞ് ഇവിടെ. ആദ്യം ഇവിടെ 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 ഇവിടെ. മനസ്സിലായോ? അത് കഴിഞ്ഞ് ഇവിടെ ഇവിടെ ഇവിടെ. നോക്കട്ടെ ആരാ കൂടുതൽ ചാടുന്നേന്ന്. സ്കൂളിൽ കൊറേ മുട്ട കിട്ടിയിട്ടുണ്ടല്ലേ? എനിക്ക് ഒറ്റ മുട്ട പോലും കിട്ടിയിട്ടില്ല. തങ്ക അമ്മയുടെ കൂടെ ചാടുന്നായിരിക്കും. ഓക്കെ 1 2. വാ അമ്മയുടെ പുറകെ വാ. ഇല്ല അമ്മയുടെ പുറകെ ചാടുന്നേ. വാ 1 2 1 2 1 2 1 2. ചാടിക്കേ. ഇതെന്താ വരയ്ക്കുന്നേ? ഇതെന്താ ഈ വരയ്ക്കുന്നേ? കണ്ടിട്ട് ഓം എഴുതിയ പോലെ ഇല്ലേ? എങ്ങനെ കുലിച്ചുമ്പോ ഓം എഴുതാ? അമ്മ കാണിച്ചു തരാം. നോക്കിയേ. ഇത് കണ്ടോ? ഇത് കണ്ടോ? ഇങ്ങനെ എഴുതി ഇങ്ങനെ എഴുതി ഇങ്ങനെ എഴുതി. ഇതെന്താ? ഇതാണോ ബൈസൺ? അപ്പയുടെ വണ്ടിയില് ആ ബൈസൺ നോക്കി. ആ നമ്മളെ നോക്കി. ഇതെന്താ? ഇതെന്താ? ബട്ടർഫ്ലൈനെ വരച്ച. എങ്ങനെ ബട്ടർഫ്ലൈനെ വരയ്ക്കുന്നേ? ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഇങ്ങനല്ലേ ബട്ടർഫ്ലൈ? ഇങ്ങനല്ലേ ബട്ടർഫ്ലൈ? കണ്ടോ? കൊമ്പില്ല. ആ കണ്ടോ? കണ്ടോ ബട്ടർഫ്ലൈ കണ്ടോ? ഇനി വേറെ സാർ അമ്മ കാണിച്ചു തരട്ടെ. ഇതെന്താ? റോസ്. കണ്ടോ എന്താ
അപ്പ കണ്ടോ ആ മത്തങ്ങാത്തല്ലേ നമ്മുടെ കൈ ഇതാണ് മിസ്റ്റർ തോമസ് പട്ടത്താനം. കണ്ടോ ഇതേപോലെ ഇരിക്കുന്ന ഒരു മുഞ്ചുണ്ട് ദേ ഇവിടെ ഇരിക്കുന്നത്. തോമസ് പട്ടത്താനം കണ്ടോ. പട്ടത്താനല്ല തോമസ് ജോൺ. ആന്നെഴുതുന്ന എങ്ങനെ ഇങ്ങനെ നോക്കി ആന്നെഴുതുന്നത് ഇങ്ങനെ. ആ കൺസണന്റ് സൗണ്ട് വരുമ്പോഴാണ് എ എന്ന വേർഡ് ഉപയോഗിക്കാം. വവൽസ് വരുമ്പോൾ ആൻ എന്ന വേർഡ് ഉപയോഗിക്കും. സൗണ്ട് വരുമ്പോൾ ശരിയാ പറഞ്ഞോ. എനിക്ക് എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. വലിയ റൗണ്ട് ഇതെന്നാ ദോശയാണോ ഉണ്ടാക്കിയേക്കുന്നേ? ആൻ എലിഫന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വവൽ സൗണ്ടിലാണ് വരുന്നത്. എ എന്ന് പറയുന്ന ഒരു സൗണ്ടാണ് വരുന്നത്. അപ്പൊ അതിനെ സൂചിപ്പിക്കുന്നത് ആൻ എന്ന വേർഡാണ്. അപ്പൊ ആൻ എലിഫന്റ് അങ്ങനെ പറയും. അതേപോലെ കൺസണന്റ് സൗണ്ട് വരുമ്പോൾ ടേബിൾ എന്ന് പറയുമ്പോൾ അതൊരു കൺസണന്റ് സൗണ്ടാണ് വരുന്നത്. അപ്പൊ അതിന് മുമ്പില് എ എന്ന വാക്ക് ചേർക്കണം. അങ്ങനെ അതാണ് ഇന്നലെ പറഞ്ഞത്. എവിടെ? ഓ തങ്കത്തിന്റെ കുട്ടിദോശയാണോ ഇത്? പക്ഷെ ബിഗ് ദോശയായി പോയല്ലോ. കുട്ടിദോശയാക്ക് കുട്ടിദോശ. ഓക്കെ ഇനി ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ പറഞ്ഞേ. പറ. ആ പോരട്ടെ പോരട്ടെ. ആ ഐഫോണോ? ഐഫോണാണ് അത്. എന്നോട് മറ്റേ അടുത്ത് പറഞ്ഞ ഐഫോണാ, ഇത് ഐഫോൺ അല്ലെന്നോ കറക്റ്റാ പറഞ്ഞോളൂ. ഇനി പോരട്ടെ വർഷ പോരട്ടെ. You possess the same energy that created you. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഉണ്ടാവാൻ ആവശ്യമായ എനർജി നിങ്ങളിൽ തന്നെയുണ്ട്. നിങ്ങളാണ് നിങ്ങൾ ആരാവണം എന്താവണം എന്നുള്ള ഒരു ഇത് തീരുമാനിക്കുന്നത്. ഗുഡ്. അടുത്തത് ഫൈൻഡ് യുവർ സോൾ ബിഫോർ യുവർ സോൾമേറ്റ്. ബിഫോർ യുവർ സോൾമേറ്റ്. ബിഫോർ യുവർ സോൾമേറ്റ്. അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞു? നിങ്ങളുടെ പാർട്ട്ണറെ തിരയുന്നതിന് മുമ്പ് നിങ്ങളിലുള്ള ആത്മാവിനെ തിരിച്ചറിയാം. ഓക്കെ പിന്നെ യൂണിവേഴ്സ്. Knowing others is wisdom. Knowing yourself is enlightenment. അതിന്റെ അർത്ഥം എന്താ? മറ്റുള്ളവരുടെ മറ്റുള്ളവരല്ല. അതെ മറ്റുള്ളവരുടെ വിജ്ഞാനം. മറ്റുള്ളവരെ അറിയുന്നതും മനസ്സിലാക്കുന്നതും വിജ്ഞാനം. മറ്റുള്ളവരെ അറിയുന്നതും മനസ്സിലാക്കുന്ന വിജ്ഞാനമാണ്. നമ്മൾ നമ്മളെ തന്നെ അറിയുന്നതാണ് ബോധോദയം. വെരി ഗുഡ്. ഓക്കെ ഇനി ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ. You are the universe. But society teaches yours. But society teaches you. Society teaches you limitation. എന്താ അതിന്റെ അർത്ഥം? നമ്മളാണ് ഈ ലോകം അല്ല, പക്ഷെ നമ്മളെ ടീച്ച് ചെയ്യുന്നത് നമ്മുടെ സൊസൈറ്റിയാണ്. ലിമിറ്റേഷൻസ് ഉണ്ടാവും. അവർ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ എന്താണോ ചെയ്യാൻ പോണത് അതിനെല്ലാം ഒരു ലിമിറ്റ് വയ്ക്കും. ഇത്ര ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയും. അല്ല ഇതാണ് ശരി അതാണ് ശരി എന്ന് പറഞ്ഞ് നമ്മളെ സൊസൈറ്റി ലിമിറ്റ് ചെയ്യും. വി ആർ ഓൾറെഡി അലൈൻ ടു ദ നേച്ചർ. അതാണ് വി ആർ ദ യൂണിവേഴ്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ എന്തൊക്കെയാ 4 എണ്ണം ഒന്ന് പറഞ്ഞേ. ഞാൻ പറയാം. You are the universe, but society teaches you limitation. You possess the same energy that created you. എല്ലാ ഗേൾസിനോടും ബോയ്സിനോടും ആയിട്ട് Finding your soul, find your soul before your soulmate. Before your soulmate. Find your soul before your soulmate. Knowing others is wisdom. Enlightenment. Knowing yourself is enlightenment. Very good. എങ്ങനെയുണ്ടോ അപ്പൊ ഈ 4 Today is the first day.
മറ്റേ അമ്മായി പറയുന്ന പോലെ ഇംഗ്ലീഷ് പറഞ്ഞാൽ അതൊക്കെ പിന്നെ ശരിയായി. അതെ. ആ ലൈഫ് എന്ന് പറയുന്നത് ടൈം ആൻഡ് എനർജി. ടൈം ആൻഡ് നീ നിനക്ക് കിട്ടുന്ന ടൈമാണ് നിന്റെ ലൈഫ്, എനർജിയാണ് ലൈഫ്, ടൈം ആസ് സ്പാൻ. ഓക്കെ, അപ്പം നിനക്ക് ഇന്നലെ വരെ ദൈവം അലോട്ട് ചെയ്ത ടൈമും നിന്റെ കർമ്മങ്ങളും കഴിഞ്ഞു. ഇനി നീ ഇന്ന് തൊട്ട് പുതുതായിട്ടൊരു ജീവിതം ആരംഭിക്കുകയാണ്. അപ്പം നീ എന്ത് ചെയ്യണം? യു ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് യുവർ ടൈം ആൻഡ് ആക്ഷൻസ്. അലസമായിട്ട് നിനക്ക് ടൈം കളയാനില്ല. പഠിക്കാനുള്ള സമയത്ത് തന്നെ പഠിക്കണം, നാളത്തേക്ക് വെക്കണം. അപ്പോൾ നിൻ്റെ ലൈഫിൻ്റെ സെറ്റിൽമെൻറ്റ് തുടങ്ങുന്ന ഇവിടുന്നാണ്. ഇന്നലെ വരെയുള്ള നീ മറന്നു പോയി, അതെനിക്ക് എങ്ങനെയാലും തിരിച്ചാൽ കിട്ടില്ല, ആർക്കും കിട്ടില്ല. ഇന്നലെ വരെയുള്ള കഴിഞ്ഞ് പോയില്ലേ, ഭൂമി തിരിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുക, അത് തിരിച്ച് തിരിച്ചിറങ്ങിയാലേ ഒക്കുള്ളൂ. അപ്പോൾ അതാണ് കാലചക്രവിക്രമത്തിൽ എങ്കിൽ ഈ നമുക്ക് പിന്നെ എന്ത് ശങ്ക, ആശയമൊന്നുമില്ല. ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞ് നാം തിരിക്കണം. വിസമ്മതങ്ങൾ ഏതുമേ ഫലപ്പെടാം. തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രകളാകിയാൽ കരത്തിലുള്ളതൊക്കെ ഈ അതിർത്തിയെത്തി എന്താ മനസ്സിലായി? നീ എത്ര വലിയ ധനവാനായാലും വലിയ പ്രശസ്തനായാലും അതുണ്ടെന്ന് പറഞ്ഞ് ഇതുണ്ടെന്ന് പറഞ്ഞാലും വലിയ പേരുള്ള ആളെന്ന് പറഞ്ഞാലും മരിച്ചു വരുമ്പോഴൊന്നും നിന്റെ കൂടെ വരത്തില്ല. പിന്നെ എന്ത് വരും? എന്തിയാണെന്ന് പറഞ്ഞാൽ അഹന്തയാൽ അഴുക്ക് പറ്റിടാത്ത പുണ്യം. അഹന്ത എന്ന് പറഞ്ഞിട്ടാണ് അഹങ്കാരം. ഞാനില്ല, ഞാൻ വലിയ ആൾ, ഞാൻ എനിക്ക് അറിയത്തുള്ളതല്ല, ഇങ്ങനെ ചിന്തിക്കുന്ന തെറ്റാണ്. അത് നിന്നെ നശിപ്പിക്കുന്നു. അഹന്തയാൽ അഴുക്ക് പറ്റിടാത്ത പുണ്യം ഒന്ന് താൻ പരത്തിലും പ്രയോജനം വരുത്തിലും മനുഷ്യൻ. വലിയ ദോശയാണോ ഈ കാണുന്നേ? ആ, വേറെ എന്തൊക്കെ വരച്ചു? ഏതാ? സോപ്പിട്ട് തേച്ച് കുളിക്കണം അല്ലേ? നമുക്ക് കുളിക്കാം. കുളിച്ചിനെ കൂടെ വിളിക്കാം. അവിടെ എന്താ എഴുതിയേക്കുന്നേ? അതെന്താ അത്? ആ, ചാടിക്കാൻ നോക്കട്ടെ. തവളചാട്ടം എങ്ങനെ അമ്മ കാണിച്ചു തന്നെ? അങ്ങനെയാണോ തവള ചാടുന്നേ? ആ, വെരി ഗുഡ്. കുളിച്ച് എന്തൊക്കെ വരച്ചു? ഹിപ്പോപ്പൊട്ടാമസ് ആണോ അത്? ഹിപ്പോപ്പൊട്ടാമസ് കരയിലാണോ വെള്ളത്തിലാണോ? ഓ, വാലാണോ അത്? വാലാണോ ഹിപ്പോപ്പൊട്ടാമസിന്റെ അത്? ഓ, അത് ശരി. ഹിപ്പോപ്പൊട്ടാമസിന് വാലൊക്കെ ഉണ്ടോ? അത് അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നല്ലോ. കാലുണ്ട്, കാലുണ്ട്, അതമ്മയ്ക്കറിയാം. കയ്യും ഉണ്ട്. ആ, അമ്മയ്ക്കും കയ്യുണ്ട്. ആ, കുച്ചുവിനും കയ്യുണ്ട്. ആ, തങ്കത്തിനും കയ്യുണ്ട്. വേറെ എന്തൊക്കെയുണ്ട് പറ? വാലുണ്ട്. പിന്നെ പീക്കോക്കിന്റെ വാലിന് എന്താ പറയാ? വാലോ? വാലിന് എന്താ പറയാ? വാല്. ആ, മയിൽപ്പീലി. അതോ? എന്ത് മര അത്? എന്ത് മര അത് പറ? എന്ത് മര തങ്ക അത്? ആ, വെരി ഗുഡ്. നമുക്ക് കുറച്ച് ചേച്ചി കൊടുക്കാം ബിഗ് ദോശ ഉണ്ടാക്കി. തങ്കക്കുട്ടി, അതേത് മരമായിരുന്നു? അതേത് മരവാ? മാവല്ലേ അത്? മാവ്.
നമ്മള് മാവിന്റെ ഇല വെച്ച് പല്ല് തേക്കില്ലേ? കാണിച്ചു തന്നെ അമ്മയ്ക്ക്. അവിടെ എഴുതിയ കാണത്തില്ല. ഇനി വാ, ഇതേ ചേച്ച ചെയ്യുന്ന നോക്കി. മടക്കി. ആ ഏ ഓ LMNOP ആണോ എഴുതിയത്? ആ അതെന്തോ പെയിന്റ് പറ്റിയതാ. തന്നെ അടപ്പ് തുറന്ന് താഴെ കളയാതെ കുടിക്കണം കേട്ടോ. അടച്ചു വെക്ക്. വെരി ഗുഡ്, ഗുഡ് ഗേൾ. കുൽസുനെ കുളിക്കാൻ വിളിക്കുന്നു തങ്കമ്പാ. ചില രണ്ടുപേരും പോയി കുളിച്ചിട്ട് വാ. തന്നെ കുളിക്കത്തില്ലേ? എന്തോ അമ്മ സോപ്പ് എടുത്ത് തരാം, വാ. എന്തോ കാക്കയ്ക്ക് കുളിക്കാൻ വെള്ളം എടുത്ത് വെച്ചേക്കുക അല്ലേ? കുളിക്കാനും കുടിക്കാനും. ആ കാക്ക കുടിച്ചോട്ടെ. അത് തുറക്കണ്ട, വെള്ളം കളയണ്ട. ആ ബക്കറ്റ് വെച്ചേരെ. ബക്കറ്റ് വെച്ച് പിടിച്ചോ. ദേ മിറ്റത്ത് മുഴുവൻ കരിയില്ലേ, നമുക്ക് മിറ്റം അടിക്കാം. ആദ്യം. വാ വാ വാ, ചൂലെടുക്കാം, വാ, കമോൺ. നമുക്ക് അത് കഴിഞ്ഞിട്ട് കുളിക്കാം, വാ. മിറ്റം അടിച്ചിട്ട് കുളിക്കാം, വാ. വാ തങ്കം കുലുസു, തങ്ക കുലുസേ, കമോൺ. കുച്ചു എന്ത് കേട്ടാ? ഇതുണ്ടോ? നിക്ക് വെള്ളത്തിൽ, അപ്പുറത്തെ വെള്ളത്തിലൊരു ഇല വീണിട്ടുണ്ടായിരുന്നു. ആ ഇലയും അതും എടുത്ത് കളയാൻ നോക്കിയതാ, വേണ്ട. എന്നിട്ട് അതിനെ താഴെ ഇട്ടു. കുച്ചു വെയിറ്റ് ഇല്ലേ? എന്താ പറിക്കുന്നേ? എന്തുണ്ടാക്കാനാ? ബിരിയാണി ഉണ്ടാക്കാൻ പോവാണോ? അതിന്റെ കുരു എന്തിനാ? ഓ, തങ്കത്തിന് കുൽസ് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുക അല്ലേ? അമ്മ നോക്കട്ടെ, കുൽസുംബിയുടെ ക്രിയേറ്റിവിറ്റി അമ്മ നോക്കട്ടെ. ഇതെന്താ? ഏതാ? തൊലി കളയണോ അല്ലേ?
തൊലി കളഞ്ഞിട്ട് എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? പച്ചമുളകും ജീരകപ്പൊടിയൊക്കെ ഇട്ട് എന്താ ഉണ്ടാക്കുന്നത്? പച്ചമുളക് ജീരകപ്പൊടി ഒക്കെ ഇട്ട് എന്താ കുലുസം ഉണ്ടാക്കുന്നതെന്ന് പറ. മഞ്ഞപ്പൊടി. ആ, എന്തോരം ഇടണം മഞ്ഞപ്പൊടി? ആ, ഗരം മസാല. കുലുസം ഉണ്ടാക്കുന്നുണ്ട്. തങ്കത്തിന് ബിരിയാണി ഉണ്ടാക്കുവന്ന്. എനിക്കില്ല. കണ്ടോ? ആരാ വഴക്കകളി? എന്നോട് പറയാണോ? അതെ അതെ. പിന്നെ ആരോടാ പറയുന്നത്? ആരാ വഴക്കകളി? വണ്ടാഴി വീട്ടിൽ പോണോ? ക്രോക്കഡൈല് വരുവോ വണ്ടാഴി വീട്ടില്? എവിടുന്ന് വരും? നീന്തി പോയപ്പോഴോ? അമ്മ നീന്തി പോയപ്പോ ക്രോക്കഡൈല് വന്നോ? ആണോ? ആണോ? അമ്മ അങ്ങനെ നീന്തിയോ? കുൽസുവിന് അറിയില്ലേ നീന്താൻ? നശിപ്പിച്ചു. ആരാ പറിച്ചിട്ടത്? ആ, അതെടുത്തേ. വേണ്ട വേണ്ട, ഇറങ്ങണ്ട ഇറങ്ങണ്ട. ഇറങ്ങണ്ട. എന്തായിരുന്നു നിങ്ങൾ രണ്ടുപേരൂടെ പറഞ്ഞോണ്ടിരുന്നേ? തങ്കവും കുൽസും കൂടെ എന്തോ വർത്താനം പറയായിരുന്നല്ലോ. ഒരാള് മല കേറിയ കണ്ടോ? ഓ, ഗുഡ് ജോബ്. തെന്നി വീഴണ്ട. അതിൽ തെന്നി വീണ ഇടപാട് തരും. ഇല്ല, അമ്മ പിടിക്കത്തില്ല. ഇല്ല, പിടിക്കത്തില്ല. തെന്നി വീഴാൻ നിക്കണ്ട വെറുതെ. ഇരിക്കണ്ടേ? എന്നാ ഇറങ്ങിപ്പോര്. കേറിയതുപോലെ താഴോട്ട് ഇറങ്ങിക്കേ. കുൽസു മാറിക്കൊടുത്തേ. തങ്കം ഇറങ്ങട്ടെ. മിടുക്കി. എല്ലാം വൃത്തിയാക്കണം അല്ലേ? അവിടെ എല്ലാം അഴുക്ക് കിടക്കുവാ. അവിടെ എല്ലാം വൃത്തിയാക്കണം.
മഞ്ഞപ്പൊടി എവിടെ? കൈ മുറിഞ്ഞോ? ആരുടെ? അമ്മുന്റെയോ? അതാരെ അമ്മു? വർഷ ചേച്ചിയുടെ അമ്മ. ആ ആ അമ്മുവിന്റെ കൈ മുറിഞ്ഞോ? എന്നിട്ട് മഞ്ഞപ്പൊടി ഇട്ടോ കയ്യില്? ആണോ? കുൽസുമ്പി മിടുക്കിയാണല്ലോ. വർഷ ചേച്ചി വണ്ടാഴിയില് ആണോ? ആണോ? വെള്ളത്തിലിറക്കിയോ? എന്നിട്ട് എടുത്തെറിഞ്ഞോ വെള്ളത്തില്? ചാടി ഇറങ്ങി വന്നല്ലേ? ആ ചാച്ച നീന്തി വന്നു. ചാച്ചക്ക് നീന്താ അറിയാം അല്ലേ? ആ കൊച്ചിന്റെ ദേഹത്ത് തൊടാതെ എടുക്ക്. അത് ഇപ്പുറത്തോട്ടിട്ടേര് താഴോട്ടിട്. അമ്മ എടുത്ത് കളയാത്. അയ്യോ കളഞ്ഞു. ആ അത് ചത്തുപോയി. അമ്മ വലിച്ചെറിഞ്ഞു. ആ വലിച്ചെറിഞ്ഞു. വഴിയിൽ എന്തൊക്കെയാ വിശേഷം ഒന്ന് പറഞ്ഞേ. ഓ മണി സുണീനെയൊക്കെ പിടിച്ചല്ലേ? അമ്മ പിടിച്ചോ? ആണോ? പിടിച്ചല്ലേ? ആ കോഴിക്കുഞ്ഞിനെ പിടിച്ചു. പിന്നെ എന്തൊക്കെയാ വണ്ടാഴിയിലെ വിശേഷങ്ങള്? സന്തോഷങ്ങൾ ആരെ കൊണ്ടുപോയി? ആണോ? അമ്മയുടെ അച്ഛനോ? ആ ആ കളയണ്ട. കണ്ടോ? നശിപ്പിച്ച കണ്ടോ? ഇങ്ങനെയാണോ ഒരു സാധനം എടുക്കുന്നേ? ആ ടൈൽസ് മുഴുവൻ കളഞ്ഞില്ലേ? ശരിക്കും വെച്ചേ. അടി മേടിക്കും കേട്ടോ. കുളത്തിനകത്ത് കല്ല് വലിച്ചെറിഞ്ഞ അടി മേടിക്കും. നമ്മൾ എന്ത് കഷ്ടപ്പെട്ട് ക്ലീൻ ചെയ്തതാ. പോയി വണ്ടാഴിയിൽ എന്തൊക്കെയാ വിശേഷം ഒന്ന് പറഞ്ഞേ തങ്കം. വണ്ടാഴിയിൽ ആരൊക്കെയുണ്ട് തങ്കം? ആരുടെയാ ഹാപ്പി ബർത്ത്ഡേ? അമ്മയുടെ ഹാപ്പി ബർത്ത്ഡേക്കാണോ ഇത്? കേട്ടോ വാ തങ്കം, നമുക്ക് പോവാം. കുൽസുനെ കൂട്ടണ്ട കേട്ടോ. എവിടെ വരുവോ? ഞങ്ങളുടെ കൂടെ വരുവാണോ? അപ്പൊ ഞാൻ വിളിച്ചപ്പോ വന്നില്ലല്ലോ. വെള്ളം പൊങ്ങി വരണോ? എവിടെ? മരം വെക്കണോ? കുളിപ്പിക്കാനോ? കുളിപ്പിച്ചോ? തങ്കത്തിനെ കുളിപ്പിക്കണോ? കുളിപ്പിച്ചോ? ഡ്രസ് ഊരണോ? വേണ്ടന്നേ, നമ്മള് രാവിലെ കുളിച്ചല്ലേ. ആണോ? ആണോ? വാ. കുൽസുനോട് അമ്മ എന്താ പറഞ്ഞേക്കുന്നേ? കേക്ക് കഴിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ലേ?
എന്തൊക്കെ കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്? ചെരുപ്പ് കഴിക്കാൻ പാടില്ല. പിന്നെ ചോക്ലേറ്റ് കഴിക്കാൻ പാടില്ല. പിന്നെ ബിസ്ക്കറ്റ് കഴിക്കാൻ പാടില്ല. ഇല്ല വീണില്ല. ഓക്കെ. ബിസ്ക്കറ്റ് കഴിക്കാൻ പാടില്ല. പിന്നെ പിന്നെന്തൊക്കെയാ കഴിക്കാൻ പാടില്ല നമ്മ പറഞ്ഞേക്കുന്നേ? കുളിച്ചുമ്പ പറ എന്തൊക്കെയാ കുച്ചുമ്പ എന്തൊക്കെ കഴിക്കരുത്? ഇന്നലെ പാട്ട് വെച്ചത് അവിടെ എടക്കരയിൽ ആരോ വെച്ചേക്കുന്നത്, ഏതോ കടയിൽ എന്തോ വെച്ചേക്കുവാ. പറ്റിക്കാനോ? ആരെ? പ്രാർത്ഥിക്കുന്ന എങ്ങനെയാ? കുച്ചു തങ്കം കാണിച്ചേ, എങ്ങനെയാ പ്രാർത്ഥിക്കുക? അങ്ങനെ പിടിച്ച് എന്തൊക്കെ പ്രാർത്ഥിക്കും? എങ്ങനെ പ്രാർത്ഥിക്കുന്നേ? എന്ത് എങ്ങനെ പ്രാർത്ഥിക്കുന്നേ? ഇന്നലെ അമ്മ കാണാതെ അപ്പച്ചൻ ചോക്ലേറ്റ് തന്നോ? എന്നിട്ട് അമ്മയോട് പറയരുതെന്ന് പറഞ്ഞോ? എന്നിട്ട് കുറിച്ച് അമ്മയോട് ഒന്ന് പറഞ്ഞു തന്നില്ല ഗുഡ് ഗേൾ ആയിട്ട്? എങ്ങനെ പറഞ്ഞു തന്നെ? അപ്പച്ചൻ TV കണ്ടോണ്ടിരുന്നപ്പം അമ്മയോട് പറയരുതെന്ന് പറഞ്ഞിട്ട് ചോക്ലേറ്റ് കൊണ്ട് തന്നു അല്ലേ? ഇറങ്ങിക്കോ. വീഴരുത്. പിടിക്കണ്ടല്ലോ, അല്ലാതെ എന്റെ പൊന്നെ ഇറങ്ങുമല്ലോ. അതപ്പയല്ല.